ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മളിൽ മിക്കവർക്കും കഴിക്കാൻ മടിയുള്ളൊരു ബ്രെഡുണ്ട്. നമ്മുടെ ബ്രെഡിൻ്റെ പാക്കറ്റിൽ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും അവസാനത്തെയും ബ്രെഡ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ തല ബ്രെഡ് എന്നൊക്കെ പറയും. എനിക്കറിയത്തില്ല, ഓരോ നാട്ടിലും ഓരോ പോലെ ആയിരിക്കും പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ബ്രെഡ് വെച്ചിട്ട് അത് കളയാതെ തന്നെ നമുക്കൊരു സൂപ്പർ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 ബ്രെഡാണ് നല്ല കട്ടിയുള്ള ബ്രെഡ്, അതായത് ബ്രെഡിൻ്റെ ഏറ്റവും മേലെയും ആ പാക്കറ്റിൽ ഏറ്റവും താഴെ ഇരിക്കുന്ന ബ്രെഡും പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ബ്രെഡാണ്. പക്ഷെ അത് ഇരുന്ന് എന്താ പറയുക, ഇരുന്നിരുന്ന് അത് ഇച്ചിരി കട്ടിയായിപ്പോയി. അപ്പോൾ ആ ഒരു ബ്രെഡും, അപ്പോൾ ഇത്തരത്തിലുള്ള 3 ബ്രെഡാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ വരുന്ന ബ്രെഡുകളൊക്കെ കളയാറാണ് പതിവ്. കാരണം ചിലപ്പോൾ അത് കഴിക്കാനൊന്നും ഇഷ്ടം കാണത്തില്ല, നല്ല കട്ടിയായിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ബ്രെഡുകളൊന്നും കളയണ്ട, ഇതേപോലത്തെ നല്ല സൂപ്പർ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗളിനകത്ത് സാധാരണ വെള്ളം, പച്ചവെള്ളമാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചവെള്ളത്തിനകത്തോട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ബ്രെഡ്. ഇത് നല്ല കട്ടിയുള്ള ബ്രെഡാണ്, ഞാൻ പറഞ്ഞ പോലെ തല ബ്രെഡാണ്. അപ്പം ഈ ബ്രെഡ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുക്കുക. ഒത്തിരി നേരം മുക്കി വെക്കൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് അത്രയും മതിയാവും ഒരു സൈഡ്. അതുപോലെ തന്നെ തിരിച്ച് മറുപുറവും അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അറിയാലോ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്തുള്ള വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പം ഇത് ബാക്കിയെല്ലാം പിന്നീടാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെടുത്തിരിക്കുന്ന ബ്രെഡ് മുഴുവൻ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞ് നമുക്ക് വേറൊരു ബൗളിനകത്തോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതും അത്തരത്തിൽ ഈ ഒരു ബ്രെഡിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തുള്ള ബ്രെഡാണ്. ഇതുവാണെന്നുണ്ടെങ്കിലും കണ്ടോ, ഇത് ഇച്ചിരി കട്ടിയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇരുന്നിരുന്ന് നമ്മളതങ്ങനെ ഉപയോഗിക്കാതെ ഈ പറഞ്ഞ പോലെ അത് കട്ടിയായി പോയിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല കേട്ടോ, സാധാരണ ബ്രെഡും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ബ്രെഡ് നമുക്കിങ്ങനെ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നത്. അപ്പോൾ സാധാരണ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും നേരം ഒന്നും മുക്കിയെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മുക്കി, 1 സെക്കൻഡ് പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. ഇത് ഇച്ചിരി കട്ടിയായിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു 2-3 സെക്കൻഡെങ്കിലും അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ഈ 3 ബ്രെഡും ഇതുപോലെ ഒന്ന് നനച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 കഷ്ണം ബ്രെഡും ഇതേപോലെ ഞാനൊന്ന് പിഴിഞ്ഞ് ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. ആദ്യം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാട്ടോ, അത് ഒഴിവാക്കാം. പിന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം, അത് 2 കളറിലുള്ള ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് നമ്മുടെ നാടൻ രീതിയിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞ കളറും അതുപോലെ തന്നെ പച്ച കളറുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്, കെച്ചപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, സാധാരണ മുളക് പൊടി ചേർക്കരുത് കേട്ടോ, അന്നേരം ഫ്ലേവർ മൊത്തം മാറിപ്പോവും. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് അരിപ്പൊടിക്ക് പകരം അല്ലെങ്കിൽ അരിപ്പൊടിക്ക് ഒരു എന്താ പറയുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പല ഓപ്ഷനും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, കോൺഫ്ലവർ തന്നെ ഉപയോഗിക്കാം, 1/4 കപ്പ് മൈദ ഉപയോഗിക്കാം. ഇതൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അരിപ്പൊടി ഉപയോഗിക്കാം. അപ്പം ഞാനിന്ന് ഇപ്പം 2ൻ്റെ മിക്സ് എടുത്തുന്നേ ഉള്ളൂ. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും. ഇനി വെള്ളമൊന്നും ചേർക്കരുത്, കാരണം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളത്തിന് ആ ബ്രെഡിനകത്ത് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കുഴച്ചത് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി കുറച്ചൊന്ന് നനവോട് കൂടെയാണ് കയ്യിൽ വേണ്ടത്. കണ്ടോ, നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ വെള്ളം ഇരിപ്പുണ്ട് ഇച്ചിരി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. പക്ഷെ ഞാനത് അങ്ങനെ ഷേപ്പിലൊന്നും ആക്കി എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇച്ചിരി എടുത്ത് വെറുതെ ഒരു വിരലുകളൊക്കെ വെച്ചിട്ട് അമർത്തി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഷേപ്പൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതേപോലെ നമുക്ക് ഷേപ്പ് ആക്കിയതോ അല്ലെങ്കിൽ ഷേപ്പ് അല്ലാത്തതോ ആയിട്ടുള്ള നമ്മുടെ ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഇതിനെ ബ്രെഡ് പക്കോട എന്നാണ് പറയുക. പക്കോട എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതും അത്തരത്തിലാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പിയും അകൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഇതേപോലെ ഒന്ന് ഇട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിന് നല്ലൊരു കളറ് വരും. കാരണം നമ്മൾ ഇതിനകത്ത് കെച്ചപ്പും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുന്നത് എരിവ് ഇച്ചിരി കുറവും എന്നാൽ നിറം ഭയങ്കര കൂടുതലും കൊടുക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ നിറം കുറച്ചും കൂടെ ഡാർക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലാണ് ഞാനത് വറുത്ത് കോരുന്നത്. അപ്പം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ്റെ ഒരു ഡ്രൈ ചില്ലി ചിക്കൻ പോലെയും അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഒരു ഡ്രൈ ഇപ്പോൾ ഒരു ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ആയിട്ടിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണാൻ തന്നെ ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കടിക്കുമ്പോൾ കിട്ടുന്ന ക്യാപ്സിക്കം, കെച്ചപ്പ്, ഇതിൻ്റെ ആ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഇതിന് കൂടുതൽ ഇതിൻ്റെ ഒരു മുൻതൂക്കം കൊടുക്കുകയാണ് രുചിക്കൊക്കെ. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് തന്നെയാണ്. ഇതിൻ്റെ അടുത്തൊരു കൊച്ചു പാത്രത്തിലൊരു ടൊമാറ്റോ സോസും വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങളോട് മുക്കി മുക്കി കഴിക്കാൻ പറയുക. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.